കൊട്ടാരക്കര MC റോഡിൽ പനവേലി ജംഗ്ഷനിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഴ്സൽ വാൻ പാഞ്ഞു കയറി 2 സ്ത്രീകളാണ് മരിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പനവേലി നിരപ്പിൽ ഷാൻ ഭവനിൽ സോണിയ, മടിത്തിയറ ചരുവിള വീട്ടിൽ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 6:55 ദാരുണ സംഭവം. കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്ന യാത്രക്കാർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ വാൻ പാഞ്ഞു കയറുകയായിരുന്നു. ഭർത്താവ് ഷാനിന്റെ കൺമുൻപിലായിരുന്നു സോണിയയുടെ മരണം. സ്ത്രീകളെ ഇടിച്ച് മുന്നോട്ട് പാഞ്ഞുപോയ വാൻ കവലയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും തകർത്തു. ഓട്ടോറിക്ഷ ഡ്രൈവർ പനവേലി പ്ലാവിള വീട്ടിൽ വിജയന്റെ കാലൊടിഞ്ഞു തൂങ്ങി. 7 വർഷം മുൻപ് സമാനമായ അപകടത്തിൽ ഇതേ കാലിന് പരിക്കേറ്റ് അസ്ഥികളിൽ കമ്പിയിട്ടിരിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാൻ ഉപേക്ഷിച്ച് ഡ്രൈവറും ജീവനക്കാരനും കടന്നുകളഞ്ഞെങ്കിലും പിന്നീട് പോലീസ് പിടികൂടി. എന്നെ അങ്ങെടുത്തിട്ട് എന്റെ മകളെ വിടാമായിരുന്നില്ലേ? 10 വർഷങ്ങൾക്ക് മുൻപ് സ്ലാബിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞ് ചികിത്സയിലായ 68 വയസ്സുകാരൻ വിശ്വംഭരൻ തുടയിലെ പരിക്കു കാട്ടി അലറി വിളിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. അപകടത്തിൽ മരിച്ച ശ്രീകുട്ടിയുടെ അച്ഛനാണ് വിശ്വംഭരൻ. തട്ടുനിർമ്മാണ ജോലിക്കാരനായിരുന്നു അദ്ദേഹം. അപകടത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതായി. സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ എല്ലാമായിരുന്നു ശ്രീകുട്ടി. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ചിരിച്ച മുഖവുമായാണ് ശ്രീകുട്ടി മുന്നോട്ടു പോയിരുന്നത്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവൾ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ചു. ബേക്കറിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ട് കുടുംബം പോറ്റി. വിശ്വംഭരന് ഇടയ്ക്കിടെ ആശുപത്രികളിൽ പോകണം. കൊട്ടാരക്കര കൊട്ടിയം ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സ. ശ്രീകുട്ടിയാണ് എല്ലായിടത്തും കൊണ്ടുപോയിരുന്നത്. നല്ലൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് വിധി ശ്രീകുട്ടിയെ തട്ടിയെടുത്തത്. പഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ നിർമ്മാണം പാതി വഴിയിലാണ്. വീടുണ്ടാക്കിയതിനു ശേഷം വിവാഹം എന്നതായിരുന്നു ശ്രീകുട്ടിയുടെ സ്വപ്നം. 27 വയസ്സായിരുന്നു ശ്രീകുട്ടിക്ക്. നിരവധി വിവാഹാലോചനകളും വന്നിരുന്നു. എന്നാൽ വീടെന്ന സ്വപ്നം പൂർത്തിയായതിനു ശേഷം മാത്രം മതി വിവാഹം എന്ന പിടിവാശിയിലായിരുന്നു അവൾ. ഇപ്പോൾ ഒരു ചെറ്റക്കുടിലാണ് താമസിക്കുന്നത്. അതും സ്വന്തമല്ല, കുഞ്ഞമ്മയുടെയോ മറ്റോ വീടാണത്. അതിന്റെ അടുത്തു തന്നെയായി പുതിയ വീട് നിർമ്മിക്കുകയായിരുന്നു. വീടിന്റെ പണി പകുതിക്ക് നിൽക്കെയാണ് അപ്രതീക്ഷിത വിയോഗം കടന്നു വന്നിരിക്കുന്നത്. ശ്രീകുട്ടിയുടെ അമ്മയും അസുഖക്കാരിയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരോടും സന്തോഷത്തോടെ മാത്രം സംസാരിച്ചിരുന്ന ശ്രീകുട്ടിയെ അവിടുത്തെ നാട്ടുകാരും ഓർക്കുന്നു.